ഏവർക്കും AZB അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷബീബ് മുഹമ്മദ്. ഭൂമിശാസ്ത്രം മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന ഈ ഒരു സെഷനിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ജിയോഗ്രഫിയുമായി ബന്ധപ്പെടുത്തി റീസെൻ്റ്ലി PSC നടത്തിയ പരീക്ഷകളിലെ ചോദ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ PSC ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ജിയോഗ്രഫിയിൽ നിന്നും PSC പുതിയ ട്രെൻഡിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി PSC നടത്തിയ പരീക്ഷകളിലെ ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് അതിൽ നിന്നും ജിയോഗ്രഫിയുമായി ബന്ധപ്പെടുത്തി ചോദിച്ച ചോദ്യങ്ങളാണ് വളരെ ഈ കുറച്ച് സമയം കൊണ്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സെഷന് നിങ്ങൾ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാറ്റം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭൂമിശാസ്ത്രം എന്ന വിഷയം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഓരോ വിഷയത്തിൽ നിന്നും PSC ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് എന്ന് പഠിക്കുകയാണ് ഈ ഒരു സെഷന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് ഞാൻ നൽകാൻ ശ്രമിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഓക്കെ, നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഞാനൊരു 20ഓളം ചോദ്യങ്ങളാണ് ഏറ്റവും റീസെൻ്റ്ലി PSC നടത്തിയ പരീക്ഷാ പേപ്പറുകളിൽ നിന്നും പിക്ക് ചെയ്ത 20ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്കിത് ഈ ചോദ്യം നമ്മൾ കാണുന്ന സമയത്ത് തന്നെ സാധാരണ ഒരു പഠിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വലിയ ചോദ്യമാണ്, ഇതൊക്കെ വായിച്ച് ഞാൻ എങ്ങനെ ഉത്തരം കിട്ടുമെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചു പോകും. പക്ഷേ നമ്മൾ ഈ ചോദ്യം വായിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഓപ്ഷനുകൾ കാണുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഏതെങ്കിലും 1-2 പോയിന്റുകൾ നമുക്കറിയാവുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ചോദ്യം എന്താണ്? പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കാനാണ്, അല്ലെ, ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ 4 ഓപ്ഷനുകൾ, 4 പോയിന്റുകളൊന്ന്, ഒന്ന് സ്ട്രാറ്റോസ്ഫിയർ, മറ്റൊന്ന് എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ. ഓക്കെ, നമുക്കറിയാം അന്തരീക്ഷ പാളികളെക്കുറിച്ച്, അല്ലേ, നമ്മളൊക്കെ പഠിച്ചാണ്. അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചാണ്. അന്തരീക്ഷ പാളികളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പാളികൾ? ഏതൊക്കെയാണ്? നമുക്കറിയാം ഏറ്റവും താഴെയായിട്ട് കാണുന്നതാണ് ട്രോപ്പോസ്ഫിയർ, അല്ലേ, ട്രോപ്പോസ്ഫിയർ നമ്മൾ പഠിച്ച കാര്യമാണ്, അല്ലേ. പിന്നെ അതിൻ്റെ മുകളിൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ആണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിൽ ആരാണുള്ളത്? മീസോസ്ഫിയർ. ഓക്കെ, മീസോസ്ഫിയറിൻ്റെ മുകളിലാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിനെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ് 2 എക്സോസ്ഫിയറും അയണോസ്ഫിയറും, അല്ലേ. ഈ അന്തരീക്ഷ പാളികളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള അറിവുള്ള ആർക്കും ഈ ഒരു ചോദ്യം, ഞാൻ നേരത്തെ കാണിച്ചെന്ന ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ കഴിയും, അല്ലേ. അപ്പോൾ നമുക്ക് അന്തരീക്ഷ പാളികൾ 4 ഏതൊക്കെയാണ് അന്തരീക്ഷ പാളികൾ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് എക്സോസ്ഫിയർ ആണ്, മറ്റൊന്ന് അയണോസ്ഫിയർ ആണ്. ഓക്കെ, അയണോസ്ഫിയർ ആണ്. കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? സ്ട്രാറ്റോസ്ഫിയർ. ഇതിൽ സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? 4 ഓപ്ഷനുകളുണ്ട്, അല്ലെ. സവിശേഷതകളായി 4 കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത്, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. യെസ്, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഫീച്ചർ ആണോ അത്? അല്ല. നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ, നമുക്കറിയാം ഏറ്റവും താഴെ കാണുന്ന പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ട്രോപ്പോസ്ഫിയറിൽ നമുക്കറിയാം മുകളിലേക്ക് പോകും തോറും, അന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകും തോറും മർദ്ദം കുറയാണെന്ന് നമുക്കറിയാം, അല്ലേ, പ്രഷർ കുറയാണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചറും കുറയുന്നുണ്ട്. അപ്പം ഭൂമിക്ക് മുകളിലേക്ക്, ക്രസ്റ്റിൽ നിന്നും മുകളിലോട്ട് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഉയരത്തിലേക്ക് പോകും തോറും താപനില കുറയുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ, ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെടുത്തി. അതെ, ട്രോപ്പോസ്ഫിയർ എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു, അല്ലേ. ഉയരം കൂടും തോറും താപനില കുറയുന്നു. നമുക്ക് വേണമെങ്കിൽ മറ്റു ഓപ്ഷനുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ്, അല്ല, ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ടതല്ല. ഓസോണും നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിലല്ല. ഓസോൺ എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണുള്ളത്. നമ്മൾ പഠിച്ച കാര്യമാണല്ലേ, 20 കിലോമീറ്ററിന് മുകളിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്.
ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിലല്ല കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഉയരം കൂടുന്തോറും ട്രോപ്പോസ്ഫിയറിലെ താപനില കുറയുന്നു. അപ്പോൾ C1 ഉള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. C1 ഉള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണുള്ളത്? ബിയും ഡിയുമാണ്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിലൂടെ വേണമെങ്കിൽ ചോദ്യത്തെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇനി ഓസോൺ ആണ് അല്ലേ, ഓസോൺ O3. ഓസോൺ നോക്കുന്ന സമയത്ത് നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത് അല്ലേ. സ്ട്രാറ്റോസ്ഫിയർ ഇവിടെ കാണാൻ കഴിയും അല്ലേ. വളരെ ഈസിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കി വളരെ ഈസി ആയിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. ഈ അറോറ ബോറിയാലിസും അറോറ ഓസ്ട്രാലിസിസും എന്താണെന്ന് അറിയാത്ത ആളിന് പോലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. A3 മനസ്സിലായി. നമ്മളിവിടെ ഉത്തരത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ. നമ്മൾ ആദ്യം 2 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് 2 ഓപ്ഷനുകൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഉത്തരത്തിലേക്ക് എത്തി. ഇനി 3, 4 വായിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അറോറ ബോറിയാലിസ് എന്നും എന്താണ് അറോറ ഓസ്ട്രാലിസ് എന്നും അറിയേണ്ട ആവശ്യം നമുക്ക് ഈ ചോദ്യത്തിലില്ല. അപ്പോൾ വലിയൊരു ചോദ്യമാണെങ്കിൽ കൂടിയും ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും അതിൻ്റെ പൊതുവായ സവിശേഷതകൾ അറിയുന്ന ആർക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. കൃത്യമാണോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മറ്റ് 2 ഓപ്ഷനുകൾ കൂടി നോക്കാം അല്ലേ. A3. അപ്പോൾ B4 ഓപ്ഷൻ. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ കണ്ടില്ലേ, എക്സോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ ഒരു ഭാഗമാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം മീസോസ്ഫിയർ കഴിഞ്ഞ് മുകളിലുള്ള ഭാഗം 80 കിലോമീറ്ററിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം എക്സോസ്ഫിയർ ആണ് അല്ലേ. അപ്പം എക്സോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ഓക്സിജനും ഹൈഡ്രജനും ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ എക്സോസ്ഫിയറിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, ഡി എന്താണ്? D2 അയോണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറോറ ബോറിയാലിസ് ആൻഡ് അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നത് അയണോസ്ഫിയറിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 ഓപ്ഷനുകൾ ട്രോപ്പോസ്ഫിയറിൻ്റെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും ഫീച്ചേഴ്സ് അറിയുന്ന ആർക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? അതേപോലെ അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വലിയ ചോദ്യം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണല്ലോ. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ PSC ഇടുന്നത്. അപ്പം നമുക്ക് ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ സാധാരണമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഓക്കെ, അത്രയുമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഫോണിൻ്റെ ചാർജ് കുറച്ച് ലോ ആണ്. ജസ്റ്റ് ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ വരാം. ചാർജ് ഒന്ന് ചെയ്യണം. ഓക്കെ, ചാർജ് ആയിട്ടുണ്ട്. ചാർജ് ആണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം, ഈ ലെയറുകളൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. മീസോസ്ഫിയറിനെ ചുറ്റിയാണ് കർമാൻ ലെയർ കാണപ്പെടുന്നത്. കർമാൻ ലെയർ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കും. അതെവിടെയാണ്? മീസോസ്ഫിയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്ത് ലെയറാണ്? കർമാൻ ലെയർ. എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മീസോസ്ഫിയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓസോൺ ലെയർ, ഓസോൺ പാളി എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ ഓസോൺ പാളി കാണപ്പെടുന്നത്. 20 കിലോമീറ്ററിന് മുകളിലാണത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്തുമായി ബന്ധപ്പെടുത്തി പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ചോദ്യവും ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നൊരു ചോദ്യമാണ്. എന്താണ്? ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവയ്ക്ക് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് കണക്റ്റ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ദേശീയ ജലപാത 4, 1, 2, 3, 4. നാഷണൽ വാട്ടർവേ 1, നാഷണൽ വാട്ടർവേ 2, നാഷണൽ വാട്ടർവേ 3, ദെൻ നാഷണൽ വാട്ടർവേ 4. ഇവ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു ചോദ്യമാണ്, വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഹോളി റിവറായിട്ടുള്ള ഗംഗാ നദിയിലൂടെയാണ് ദേശീയ ജലപാത 1 കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അലഹബാദ് ഗംഗാ നദീ തീരത്തെ ഒരു പട്ടണമാണ് അല്ലേ. ഹാൽദിയയും
അലഹബാദിനെയും കണക്ട് ചെയ്യുന്നതാണ് ദേശീയ ജലപാത 1, നാഷണൽ വാട്ടർവേ 1. ഏതൊക്കെ പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്നു? അലഹബാദ്, ഹാൽദിയ. ഇനി ദേശീയ ജലപാത 2 നമുക്കറിയാം ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 1 ഗംഗാ നദിയിൽ അലഹബാദ്, ഹാൽദിയയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 2 ഏതൊക്കെ പ്രദേശങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയാണ്. അപ്പം ബ്രഹ്മപുത്ര നദി നമുക്ക് അറിയാം ഓപ്ഷൻ എയിൽ സാദിയ ദുബ്രി ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലേ. സാദിയയെ ദുബ്രിയുമായി കണക്ട് ചെയ്യുന്നതാണ് ദേശീയ ജലപാത 2. ഓക്കെ, ഞാൻ 2 ഇടാം. ദേശീയ ജലപാത 2. ഓക്കെ, ഇനി ദേശീയ ജലപാത 3 ഇവിടെ ചോദിച്ചുള്ളത്. ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 കേരളത്തിലാണ്. കോട്ടപ്പുറം, കൊല്ലം. ഇപ്പം ഈ കോട്ടപ്പുറം മാറ്റിയിട്ടുണ്ട്. കൊല്ലം ടു കോഴിക്കോട്, കോഴിക്കോടും കൊല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 1 അലഹബാദ്, ഹാൽദിയ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ദേശീയ ജലപാത 2 സാദിയ, ദുബ്രി എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അത് ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 3 കൊല്ലം ടു കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി 4ാമത്തെ നാഷണൽ വാട്ടർവേ ഏതാണ്? പുതുച്ചേരിയെ കാക്കിനാടയുമായി ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത 4. അപ്പം ഈ ദേശീയ ജലപാതകൾ 4 എണ്ണവും പഠിച്ചു വെക്കണം. ചോദ്യം ഇവിടെ ഒന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഓക്കെ, ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3 കൊല്ലം ടു കൊട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോട് ദേശീയ ജലപാത 3 എന്ന കാര്യം എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം. 2ാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ദേശീയ ജലപാത 3 കൊല്ലം, കൊട്ടപ്പുറം എന്നീ പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാലും സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗാർത്ഥി എന്താണ് ചെയ്യുക? വേഗം ഈ ഒരു ചോദ്യം ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുക. പക്ഷെ ഇവിടെയും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. നമുക്കറിയാം ഖാദർ, ഭംഗർ എന്നിവയൊക്കെ അലൂവിയൽ സോയിലുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അലൂവിയൽ സോയിലുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖാദർ എന്ന് പറഞ്ഞാൽ ന്യൂ അലൂവിയൽ സോയിലാണ്. ഖാദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാദർ എന്ന് പറഞ്ഞാൽ ന്യൂ അലൂവിയൽ സോയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂ ആണ്. ബംഗർ എന്ന് പറഞ്ഞാലോ ഓൾഡ് അലൂവിയൽ സോയിലാണെന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സിലൂടെ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബംഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡാണ്. ഈ രണ്ട് പോയിന്റുകൾ അറിയുന്ന ആർക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഖാദർ എന്ന് പറഞ്ഞാൽ ന്യൂ അലൂവിയൽ സോയിലും ഭംഗർ എന്ന് പറഞ്ഞാൽ ഓൾഡ് അലൂവിയൽ സോയിലാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ. അത് ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവരും അലൂവിയൽ സോയിലുമായി ബന്ധപ്പെടുത്തി നമ്മൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ എല്ലാവരും പഠിച്ചു പോകുന്ന കാര്യമാണ്. ഖാദർ ന്യൂ അലൂവിയൽ സോയിലെന്നും ഭംഗർ ഓൾഡ് അലൂവിയൽ സോയിലെന്നും അല്ലേ. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് 2ാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കൂ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം 2ാമത്തെ ഓപ്ഷൻ എന്താണ്? ബംഗർ പുതിയ അലൂവിയൽ സോയിലിനെ പ്രതിനിധീകരിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബംഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് അലൂവിയൽ സോയിലാണ്. അപ്പോൾ 2ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. വളരെ ഈസി അല്ലേ. 3ാമത്തെ പ്രസ്താവന നോക്കൂ. ഖാദർ പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഖാദർ പഴയ അലൂവിയാണോ? അല്ല, പുതിയ അലൂവിയമാണ്. പുതിയ അലൂവിയത്തെയാണ് ഖദർ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം ഓപ്ഷനുകൾ തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2ഉം 3ഉം തെറ്റായി കഴിഞ്ഞാൽ ഇത് എല്ലാവരും പഠിക്കുന്ന കാര്യമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവാണിത്. ഖാദർ പുതിയ അലൂവിയവും ഭംഗർ പഴയ അലൂവിയലും ആണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന അലൂവിയൽ സോയിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു മണ്ണിനമാണ് ഇത് അലൂവിയൽ സോയിൽ. ഫെർട്ടൈൽ സോയിലാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നദീജന്യ നദികളുടെ സമീപ മേഖലകളിലൊക്കെ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് ഇത് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രത്യേകതകളാണ്. ഖാദർ എന്ന് പറഞ്ഞാൽ പുതിയ അലൂവിയവും ബംഗർ എന്ന് പറഞ്ഞാൽ പഴയ അലൂവിയവുമാണെന്ന് നമ്മളറിയാം അല്ലേ. ഇപ്പോൾ 2ഉം 3ഉം ഓപ്ഷനുകൾ തെറ്റാണ്. അപ്പോൾ നമുക്കറിയാം 1, 2, 3ഉം ശരിയെന്നത് ഈ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വെട്ടാൻ പറ്റും അല്ലേ. 2ാമത്തെ ഓപ്ഷൻ നോക്കൂ. ഈ 4ാമത്തേതും തെറ്റാണെന്ന് നമുക്കറിയാം. 4ാമത്തേതും തെറ്റാണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി 2ാമത്തെ ബി ഓപ്ഷൻ എന്താണ്? 2ഉം 4ഉം ശരിയാണ്. 2 ശരിയാണോ? അല്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? 1ഉം 4ഉമാണ്. ഇപ്പം ബാബർ ട്രാക്ട്, ടറായി എന്നൊക്കെ പറഞ്ഞ് കഠിനമായിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഈ വിഷയത്തിലെ നോളജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ചോദ്യം വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ഇവിടെ പിക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖല എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കും അല്ലേ,
അതേപോലെ തന്നെ ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഖാദർ പുതിയ അലൂവിയവും ഭംഗർ പഴയ അലൂവിയത്തെയും പ്രതികരിക്കുന്നത് പഠിച്ചാൽ പോലും നമുക്ക് ഈ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ലോജിക്കലി ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ടെക്നിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ 1, 2, 3 ശരി എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കിളി പോകും അല്ലേ. അപ്പോൾ ഒരിക്കലും കിളി പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഉത്തരം ശരി, ഈ ഒരു ചോദ്യത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കണ്ടെത്തിയതാണ് ഈ ഒരു ചോദ്യം 1ഉം 4ഉം ശരിയാണ്. അപ്പം ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്, അതിപ്പോൾ ഓർത്ത് വെക്കുക. ടെറായി എന്ന് പറഞ്ഞാൽ അമിതമായ നനവുള്ള മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ 1ഉം 4ഉമാണ് ഈ ഒരു ചോദ്യത്തിന് ശരി ഉത്തരം. അപ്പോൾ നമുക്കറിയാം ടെറായി എന്ന് പറഞ്ഞാൽ ഒരു നനവുള്ള മേഖലയാണ്. ബാബർ കല്ല്, ഈ ഒരു വലിപ്പം കണ്ടോ, കല്ലിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ നിങ്ങൾ. ബാബർ ട്രാക്ടർ കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. ബാബർ എന്ന് പറയുന്ന കല്ലാണ് അല്ലേ, ഒരു പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, കല്ലുകൊണ്ട്. ഇതാണ് ചിത്രം, NCERTയിലുള്ള ചിത്രമാണ്. ഈ ഒരു ചിത്രം കണ്ട ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ് ബാബർ. ടെറായി എന്ന് പറഞ്ഞാൽ എന്താണ്, അമിതമായ നനവുള്ള മേഖല അല്ലേ, കുറച്ച് താഴ്ന്ന മേഖലയാണ്. അപ്പോൾ അമിതമായ നനവുള്ള മേഖലയാണ് ഇത് ടെറായി എന്ന് പറയുന്നത്. ഇവിടെ ഖാദറും ഭംഗറും കാണാൻ കഴിയും. ഭംഗർ കണ്ടോ, ഇപ്പോൾ റിവർ വാലി, ഇതിലാണ് റിവർ ഒഴുകി വരുന്നത് അല്ലേ, റിവർ ഇതിലാണ് ഒഴുകി വരുന്നത്. അപ്പോൾ റിവറിൻ്റെ ഏറ്റവും സമീപത്തുള്ള മണ്ണാണ് ഇത് ഖാദർ എന്ന് പറയുന്നത്. അപ്പം ഖാദർ എന്ന് പറഞ്ഞാൽ ന്യൂ അലൂവിയമാണ് അല്ലേ. ബങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖാദറിനും അപ്പുറമുള്ള ഒരു പ്രദേശങ്ങളിലാണ് ബങ്കർ, ഈ ഒരു പ്രദേശങ്ങളിൽ അല്ലേ, ഈ 2 പ്രദേശങ്ങളിലാണ്. ഖാദർ മണ്ണിനത്തിന് അലൂവിയത്തിന് ശേഷമാണ് ബങ്കർ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബങ്കർ പഴയ അലൂവിയൽ സോയിലിനെ പ്രതിനിധീകരിക്കുന്നു, ഖാദർ എന്താണ്, ന്യൂ അലൂവിയൽ സോയിലിനെ പ്രതിനിധീകരിക്കുന്നു. വളരെ ഈസിയാണ്. ഇതൊക്കെ ജോഗ്രഫിയിൽ ഈ മേഖലയിലൊക്കെ വളരെ നാളുകളായിട്ട് സ്ഥിരമായിട്ട് PSC ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല നിങ്ങൾ ആരും വിട്ട് കളയരുത്. നല്ല ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്തെ ചോദ്യങ്ങൾ ആ ഒരു രീതിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ നമ്മളെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഈസിയാണ്, ചോദ്യം കാണുമ്പോൾ ഒറ്റ വരിയിൽ ഒറ്റ ലൈനിൽ ചോദ്യം കഴിയുന്നുണ്ട് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള, നമുക്കൊക്കെ അറിയാവുന്ന നദികളുടെ പേരും കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ചോദ്യം എന്താണ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ്. ഏറ്റവും നീളം കൂടിയ എത്രാമത്തെ നദിയാണ് ചോദിച്ചത്, 3ാമത്തെ നദിയാണ്. ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം കണ്ടു, വളരെ ഈസിയാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ ഓപ്ഷൻ വായിച്ചു, ഗംഗാ നദി, കൃഷ്ണ നദി, ഗോദാവരി, മഹാനദി. ഇവിടെ നമുക്കറിയാം ഗംഗാ നദി അല്ല നമുക്കറിയാം. ഓക്കെ, ഗംഗാ നദി അല്ലാന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെയുള്ള 3 ഓപ്ഷനുകളുണ്ട്, അതിലേതാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗോദാവരി നദിയെയും ഒരുവിധം ആളുകൾക്ക്, ഈ നദികളെ പഠിച്ച ആളുകൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഗോദാവരി നദിയുമല്ല, ഗോദാവരിയും ഗംഗയും ആദ്യത്തെ 2 നദികളാണ് നീളം കൂടിയ, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ 2 നദികൾ, ഒന്ന് ഗംഗയും മറ്റൊന്ന് ഗോദാവരിയുമാണ്. 3ാമത്തെ നദിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 3ാമത്തെ നദി. അപ്പോൾ കൃഷ്ണ നദിയുണ്ട്, മഹാനദി. ഇതൊരു ചാൻസ് ആണ്. ഓക്കെ, ഇതൊരു ചാൻസ് ആണ്. ഇപ്പം നദിയുടെ മാപ്പ് നിങ്ങൾക്കറിയാം. ഗംഗാ നദി ഇതാ ഇവിടെ കാണുന്ന ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച് ഗംഗാ നദി എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകിയിട്ട് ഒരുപാട് പോഷക നദികൾ ഗംഗാ നദി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നതിന് മുന്നേ ഈ ഗംഗയുമായി കൂടിച്ചേരുന്നുണ്ട്. ബംഗ്ലാദേശിൽ വെച്ചിട്ട് ബേ ഓഫ് ബംഗാളിൽ എന്ത് ചെയ്യാണ്, ഗംഗാ നദി പതിക്കുകയാണ് ചെയ്യുന്നത്. ഗംഗാ നദി നമ്പർ 1 ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്, ഗംഗാ നദിയാണ്. 2ാമത്തെ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഉത്ഭവിച്ച് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചു ഗോദാവരി നദി എന്ത് ചെയ്യുന്നുണ്ട്, ഗോദാവരിയുടെ പോഷക നദികളാണ് വൈഗംഗയും ഇന്ദ്രവതിയും കേട്ടോ. അപ്പം പുതുച്ചേരിയിലെ യാനത്താണ് ഇത് എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത്. അപ്പോൾ 2 നദികളെ, 1ഉം 2ഉം. ഇനി നമ്മുടെ മുന്നിലുള്ള 2 നദികൾ, ഒന്ന് മഹാനദിയും മറ്റൊന്ന് കൃഷ്ണയുമാണ്. അപ്പോൾ നമുക്കറിയാം മഹാനദി, ഈ മാപ്പ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഈ മാപ്പ് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ മഹാനദിയുടെ വലിപ്പം നിങ്ങളൊന്ന് നോക്കുകയെ. മഹാനദി 2 ഓപ്ഷനുകളാണുള്ളത്. മഹാനദി ആണ് ഈ കാണുന്നത്.
മറ്റൊന്ന് ഏതാണ്? കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഭീമാ നദിയുണ്ട്, തുംഗഭദ്ര നദിയുണ്ട്. ഓക്കെ, അപ്പോൾ വലിപ്പം നോക്കുന്ന സമയത്ത് മഹാനദിയാണോ കൃഷ്ണ നദിയാണോ മൂന്നാം സ്ഥാനത്ത് വരാൻ സാധ്യത? തീർച്ചയായിട്ടും കൃഷ്ണ നദിയാണ് എന്നത് നമുക്ക് ഈ ഒരു മാപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പം മാപ്പ് റീഡിങ് ഈ ജോഗ്രഫിയെ സംബന്ധിച്ച് റിവർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു മേഖലയാണ് മാപ്പ് റീഡിങ്. അപ്പോൾ കൃഷ്ണ നദി എന്ന് കേൾക്കുന്ന സമയത്ത് തുംഗഭദ്ര നദിയും ഭീമ നദിയും നമ്മളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ അതിൻ്റെയൊക്കെ ലെങ്ത്ത് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരണം. ഓക്കെ, ഈ ഒരു റീഡിങ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൃഷ്ണ നദിയാണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അപ്പം വലിപ്പം ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം കൃഷ്ണ നദിയും മഹാനദിയും നോക്കുന്ന സമയത്ത് കൃഷ്ണ നദിയാണ് വലുത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റീഡിംഗ് ആണ്, മൈൻഡ് റീഡിംഗ് ആണ്. മാപ്പ് ഇമേജ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യണം ആ നദികളുടെ. നമ്മൾ ഒരുപാട് തവണ ഈ ഒരു നദികൾ ഇങ്ങനെ ഈ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ, മേജർ റിവേഴ്സിൻ്റെ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ട്രൈബ്യൂട്ടറീസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ സിന്ധു നദി ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? സിന്ധു നദി നമുക്ക് കാണാൻ കഴിയും. സിന്ധു നദി ഒഴുകി പോകുന്ന പ്രദേശങ്ങൾ കാണാം. അതിൻ്റെ ചേരുന്ന പോഷക നദികൾ സത്ലജ്, രവി, ബിയാസ്, ചിനാബ്, ജലം തുടങ്ങിയ പോഷക നദികളൊക്കെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? ഓക്കെ, അപ്പം ആ മൈൻഡ് റീഡിംഗ് ആണ്, മാപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യങ്ങൾക്ക് റിവറുമായി ബന്ധപ്പെടുത്തി ഇതിൻ്റെ ലെങ്ത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോഷക നദികൾ ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പം ചോദ്യം വരിക ചമ്പൽ റിവർ ഏത് നദിയുടെ പോഷക നദിയാണെന്നായിരിക്കും ചോദിക്കുക. ചമ്പൽ ഏത് നദിയുടെ പോഷക നദിയാണ്? അല്ലെങ്കിൽ തുംഗഭദ്ര റിവർ ഏത് നദിയുടെ പോഷക നദിയാണ്? അല്ലെങ്കിൽ ഭീമ റിവർ ചോദിക്കാം, അത് ഏത് നദിയുമായിട്ടാണ് കൂടിച്ചേരുന്നത്? ഇന്ദ്രവതി നമുക്കറിയാം ഗോദാവരിയുമായിട്ട് കണക്ട് ചെയ്യുന്ന നദിയാണ് ഇന്ദ്രവതി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് ഈ ഒരു മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? അപ്പം നമുക്കറിയാം തീരസമതലങ്ങൾ നോക്കുമ്പം പടിഞ്ഞാറെ തീരസമതലവും നമുക്കറിയാം പെനിൻസുലാർ ഇന്ത്യ അല്ലേ? ഇത് ഏതാണ്? പടിഞ്ഞാറാണ്. ഇത് പടിഞ്ഞാറ് അറബിക്കടൽ. ഈ ഭാഗം ഏതാണ്? ഈസ്റ്റ്. കിഴക്കൻ തീരസമതലമാണ്, ബേ ഓഫ് ബംഗാളാണ്. അപ്പം ഈ ഒരു രണ്ട് ഭാഗത്തുള്ള സമതലങ്ങളെ നമ്മൾ പഠിച്ചു വെക്കണം. നിർബന്ധമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് നിങ്ങൾ അറിയാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കണം. കച്ച് എവിടെയാണ്? കച്ച് വെസ്റ്റേൺ തീരസമതലമാണ് അല്ലേ? ദിയു, കത്യവാറും വെസ്റ്റേൺ ആണ്. കൊങ്കൺ കോസ്റ്റ്, ഒരു പ്രധാനപ്പെട്ട കോസ്റ്റാണ് ഇത് കൊങ്കൺ കോസ്റ്റ് എവിടെയാണ്? വെസ്റ്റേൺ തീരസമതലമാണ് അല്ലേ? അതേപോലെ തന്നെ ഇത് അടുത്താണ് മലബാർ കോസ്റ്റും വെസ്റ്റേൺ തീരസമതലമാണെന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. കൊങ്കൺ കോസ്റ്റ്, വെസ്റ്റേൺ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റും മലബാർ കോസ്റ്റും വെസ്റ്റേൺ തീരസമതലമാണ്, പടിഞ്ഞാറൻ തീരസമതലമാണ്. ഇനി കിഴക്കൻ തീരസമതലം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉത്കൽ കോസ്റ്റ്. ഏതാണ്? ഉത്കൽ കോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉത്കൽ കോസ്റ്റ്. നമുക്കറിയാം ഉത്കലിൻ്റെ താഴെ നമുക്കറിയാം ചിൽക്ക ലേക്ക് ഉണ്ട്, ഒഡീഷയിലെ ചിൽക്ക ലേക്ക്. നോർത്തേൺ സിർക്കാർസും ഈസ്റ്റേൺ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ആന്ധ്ര കോസ്റ്റ് നമുക്കറിയാം. അതേപോലെ കർണാട്ടിക് പ്ലെയിൻ ഇവിടെ കാണാം. പുലിക്കാട്ട് ലേക്ക് ആന്ധ്രാപ്രദേശിലാണ്. കൊറമാണ്ടൽ കോസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഈസ്റ്റേൺ അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലത്തിൽ കാണുന്ന കോസ്റ്റുകൾ ഒന്ന് കൊറമാണ്ടൽ ഉണ്ട്, ഉത്കൽ കോസ്റ്റ്, കൊറമാണ്ടൽ കോസ്റ്റ്, നോർത്തേൺ സിർക്കാർസ്, വടക്കൻ സിർക്കാർസ് എന്നാണ് മലയാളത്തിൽ ചോദ്യ പേപ്പറിൽ നമ്മൾ കാണുക അല്ലേ? അപ്പം കൊറമാണ്ടൽ കോസ്റ്റ്, ആന്ധ്ര കോസ്റ്റ്, നോർത്തേൺ സിർക്കാർസ്, ഉത്കൽ കോസ്റ്റ്, ചിൽക്ക ലേക്ക്, പുലിക്കാട്ട് ലേക്ക് ഒക്കെ എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. കൊങ്കൺ തീരം അതേപോലെ മലബാർ തീരവും ഒക്കെ എവിടെയാണ്? പടിഞ്ഞാറൻ തീരത്തിൻ്റെ ഭാഗമാണ്. ദിയു, കത്യവാർ, കച്ച് ഇതൊക്കെ പടിഞ്ഞാറൻ തീരമാണ് എന്ന കാര്യം ചെയ്യുക ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യത്തിലേക്ക് വരികയാണ്.
താഴെ പറയുന്നവ ഏതാണ് കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം പടിഞ്ഞാറൻ തീരമാണ്. പടിഞ്ഞാറൻ തീരത്തുള്ളത് ഏതാണ് ഇതിൽ? വളരെ ഈസി അല്ലേ? ഏതാണ്? കൊങ്കൺ അല്ലേ? കൊങ്കൺ എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ് അല്ലേ? കൊങ്കൺ കോസ്റ്റ് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇതൊരു മാപ്പ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ, ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിന് വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും അല്ലേ? അപ്പം ഇവിടെ കൊങ്കൺ കോസ്റ്റ് മാത്രമേ പടിഞ്ഞാറൻ കോസ്റ്റിൻ്റെ പടിഞ്ഞാറൻ തീരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ. കൊറമാണ്ടലും വടക്കൻ സിർക്കാർസും സുന്ദരവന പ്രദേശം, സുന്ദർബൻ ഡെൽറ്റ നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലാണ് അല്ലേ സുന്ദരവനങ്ങൾ അല്ലേ? അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കൊങ്കൺ തീരസമതലമാണ് ഇവിടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്ന കാര്യം എന്ത് ചെയ്യുക? എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കൽ എന്ന വാക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ചോദ്യം ഞാൻ കൊടുത്തിട്ടുള്ളത്. ഉത്കൽ ആഭ്യന്തര വിമാനത്താവളം. ഈ ഒരു പിക്ചറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും അല്ലേ? ഇവിടെ ഉത്കൽ കോസ്റ്റിന് തൊട്ട് താഴെയാണ് എന്തുള്ളത്? ഒഡീഷ ഉള്ളത്. ഒഡീഷയിലെ ചിൽക്ക ലേക്ക് നമുക്കറിയാം അല്ലേ? ഒരു റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ഒരു തടാകമാണ്. ഇന്ത്യയിലെ നമുക്കറിയാം ശുദ്ധജല തടാകങ്ങളിൽ ഏറ്റവും പ്രധാന ഉപ്പുജല തടാകമാണ്. ഏറ്റവും ഉപ്പ് ജലാംശമുള്ള തടാകമാണ് ഇത് ചിൽക്ക ലേക്ക് അല്ലേ? ചിൽക്ക ലേക്ക്. അപ്പോൾ ചിൽക്ക ലേക്ക് ഉത്കൽ കോസ്റ്റിൻ്റെ തൊട്ട് താഴെയാണ്. ചിൽക്ക ലേക്ക് ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഉത്കൽ ആഭ്യന്തര വിമാനത്താവളം എവിടെയായിരിക്കും? മധ്യപ്രദേശാണോ? അല്ല. പശ്ചിമ ബംഗാളാണോ? അല്ല. ഏതാണ്? ഒഡീഷയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉത്കൽ നമുക്ക് ഇതൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉത്കൽ കോസ്റ്റിന് തൊട്ട് താഴെയാണ്, അല്ലെങ്കിൽ ഉത്കൽ കോസ്റ്റിൻ്റെ ഭാഗമാണ് ചിൽക്ക ലേക്ക് എന്നറിയുന്ന ആർക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ അനായാസം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചോ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുമ്പിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യമായി കാണുന്ന ആളുകൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആവാത്ത ആളുകൾ ഉത്കൽ എന്ന് കാണുന്ന സമയത്ത് തന്നെ പേടിക്കും അല്ലേ? ഇവിടെ നമുക്കെന്ത് വളരെ ഈസി ആയിട്ട് ഉത്കൽ കോസ്റ്റുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്കൽ കോസ്റ്റിലാണ് ചിൽക്ക ലേക്ക് ഉള്ളതെന്ന് അറിയുന്ന ഏതൊരാൾക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടും അല്ലേ? ചിൽക്ക ലേക്ക് ഒഡീഷയാണെന്ന് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചാണ് അല്ലേ? അതെ, ചിൽക്ക ലേക്ക് ഒഡീഷയിലാണ്. അപ്പം ഉത്കൽ ആഭ്യന്തര വിമാനത്താവളം എവിടെയാണ്? ഒഡീഷയിലാണ് എന്ന കാര്യം ഇവിടെ വളരെ വ്യക്തമായല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. കരിമ്പ് കൃഷി, പരുത്തി കൃഷി. ഇപ്പോൾ പരുത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മണ്ണിനെ നമ്മുടെ മനസ്സിലേക്ക് എത്തണം. പരുത്തി എന്ന് പറയും ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന് അല്ലേ? കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണേത്? കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയും അല്ലേ? കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ് എന്നാണ് ചോദ്യം അല്ലേ? ഏത് പാറ പൊടിഞ്ഞിട്ടാണ് കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത്? ബസാൾട്ടിക് റോക്സ് ആണ്. ബസാൾട്ടിക് റോക്കാണ്. ഇപ്പം ഭൂമിക്കുള്ളിൽ നിന്നും ലാവ ക്രസ്റ്റിലേക്ക് വരുമ്പോൾ അത് ബസാൾട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ബസാൾട്ടിക് ലാവയാണ്. അപ്പം ബസാൾട്ട് പാറ പൊടിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്? കറുത്ത പരുത്തി മണ്ണ് രൂപപ്പെടുന്നത് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പം ലാവ അന്തരീക്ഷത്തിനുള്ളിൽ നിന്ന് വരുന്ന മാൻഡിൽ നിന്ന് വരുന്ന ലാവ അന്തരീക്ഷത്തിൽ ക്രസ്റ്റിലെത്തി കഴിഞ്ഞാൽ അത് ബസാൾട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിക്കുള്ളിൽ തന്നെ അത് തണുത്തുറഞ്ഞാലോ ഗ്രാനൈറ്റ് എന്നും അറിയപ്പെടുന്നു അല്ലേ? ഗ്രാനൈറ്റ്. ഓക്കെ, ഗ്രാനൈറ്റിൻ്റെ കളർ എന്താണ്? ഒരു വൈറ്റിഷ് കളറാണ് അല്ലേ? വൈറ്റിഷ് കളറാണ്. ബസാൾട്ട് എന്താണ്? ബ്ലാക്കിഷ് കളറാണ്. അതുകൊണ്ടാണ് ഈ മണ്ണിനം കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ലോജിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാവ ഭൂമിക്കുള്ളിൽ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്കാണ് ഗ്രാനൈറ്റ്. അതൊരു വൈറ്റിഷ് കളറാണ്. ബസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രൂസീവ്. പിന്നെ ക്രസ്റ്റിൻ്റെ മുകളിലെത്തിയിട്ട് അതെന്ത് ചെയ്യാണ്? തണുത്തുറഞ്ഞുണ്ടാകുന്ന ലാവ മണ്ണിനമാണിത് ബസാൾട്ടിക് റോക്ക് അല്ലെങ്കിൽ കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കൃത്യമാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് ചോദ്യം? താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിനു കാരണമാകുന്ന വാതകം. നമ്മൾ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ PSC പഠിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ കണ്ണും കൂടി നമ്മളെന്ത് പറയും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്.
ഏറ്റവും അടുത്ത് നടന്ന ഒരു PSC പരീക്ഷ, ഈ വർഷം നടന്ന PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകമേത്? എല്ലാവർക്കും ആരും ഈ ഒരു ചോദ്യം തെറ്റിക്കാൻ സാധ്യതയില്ല. കാർബൺ ഡൈ ഓക്സൈഡാണ്. പഠിക്കാത്ത ആളുകളാണെങ്കിൽ ചിലപ്പം ഓക്സിജൻ കുത്തും. ഓക്സിജൻ ഹരിതഗൃഹ പ്രഭാവം, ഹരിതമാണ്, അപ്പോൾ ഓക്സിജൻ അല്ല നമുക്ക് ആവശ്യമുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജൻ പിടിച്ച് കുത്തും. ഓക്സിജൻ കുത്തിയാലോ നമ്മുടെ മാർക്ക് അവിടെ നഷ്ടപ്പെടും. ഇവിടെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്, CO2 ആണ് എന്ന കാര്യം വ്യക്തമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. CO2 കാർബൺ ഡൈ ഓക്സൈഡാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? നൈട്രജനും ഓക്സിജനും ഓസോണും ഒന്നും ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ്. ആ കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. എന്താണ് ചോദ്യം? ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ദിരാ കനാൽ നിർമ്മിച്ചിരിക്കുന്ന നദി ഏത് എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? ഇത് നമുക്ക് കൺഫ്യൂസ്ഡാണ്. പഠിച്ച ആളുകൾക്ക് വളരെ ഈസി ആയിട്ട്, ഏറ്റവും ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പഠിച്ച ആളുകൾക്ക്, പഠിക്കാത്ത ആളുകൾക്ക് എല്ലാം സ്വാഹാണ്. ഓക്കെ, അപ്പോൾ പഠിച്ച ആളുകൾക്ക് ഈ ചോദ്യം വളരെ ഈസിയാണ്. നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ്, ഈ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകം ചോദിച്ച സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞ പോലെ ഇന്ദിരാ കനാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിലർ പഠിച്ച ആളുകൾ എന്ത് ചെയ്യും, ഉത്തരത്തിലേക്ക് എത്തും. ഓക്കെ, ഏതാണ്? സത്ലജ് റിവറാണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയായിട്ടുള്ള സത്ലജ് റിവറിലാണ് ഇന്ദിരാ കനാൽ. സത്ലജ് റിവറിലാണ് ഇന്ദിരാ കനാൽ ഉള്ളത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഡീപ്പായിട്ടും പഠിക്കണം, ഏറ്റവും ബേസിക് ആയിട്ടും പഠിക്കണം. അപ്പോൾ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ PSC ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനൊക്കെ ഉത്തരം പറയുമെന്ന ഒരു കോൺഫിഡൻസിൽ പോകണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കുറച്ച് ഡീപ്പായിട്ടും കാര്യങ്ങൾ ഇറങ്ങി പഠിക്കണം. ഓക്കെ, ഈ ചോദ്യത്തിന് സംശയമില്ലല്ലോ. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്നു? ഏത് നദിയാണ്? സത്ലജ് നദിയാണ് എന്ന കാര്യം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ. പളനി നമുക്കറിയാം, പളനി അല്ലേ, പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി നമ്മൾ പളനിയിലേക്ക് പോകാറുണ്ട് ഇല്ലേ. പിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകാറുള്ളത്. പാലക്കാട് വഴി, പൊള്ളാച്ചി വഴി, കോഴിക്കോട് നിന്നൊക്കെ പോകുന്ന ആളുകളാണ് പറയുന്നത്. പൊള്ളാച്ചി വഴി നമ്മൾ എന്ത് ചെയ്യും, പളനിയിലേക്ക് പോകും അല്ലേ. പളനിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പോകുന്ന ഹിൽ സ്റ്റേഷനാണ് ഏതാണ്? പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ അബു ഹിൽസ് ആണോ? അബു ഹിൽസ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനും പളനിയും എവിടെ കിടക്കുന്നു? രണ്ടറ്റത്ത് കിടക്കുന്നു. അതുകൊണ്ട് അതല്ല. പിന്നെയുള്ള പച്മർഹി എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇതുമല്ല, നമുക്ക് ഏകദേശം ഉറപ്പായി. പിന്നെയുള്ളത് ഊട്ടിയും കൊടൈക്കനാലുമാണ്. ഊട്ടി നമുക്കറിയാം പളനി മലകളിലാണോ? അല്ല. ഊട്ടി എവിടെയാണുള്ളത്? ഊട്ടി എവിടെയാണ്? ഇപ്പം നമുക്കറിയാം കോയമ്പത്തൂർ ആ ഭാഗത്താണ് അല്ലേ. കോയമ്പത്തൂർ നമുക്ക് കൂനൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഊട്ടിയുമല്ല, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടൈക്കനാലാണ് കേട്ടോ. ഇപ്പം പൊള്ളാച്ചിയിൽ നിന്നൊക്കെ നമുക്ക് കൊടൈക്കനാലിലേക്ക്, പളനിയിൽ നിന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് 1.5 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യാം, കൊടൈക്കനാലിലെത്താൻ കഴിയും. ഇപ്പോൾ പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ നമുക്ക് ഒരു ഐഡിയ വേണം. നമ്മൾ പഠിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഹിൽ സ്റ്റേഷനുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതെന്ന് ചോദ്യം. ഏതാണ്? കൊടൈക്കനാലാണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. ഇതിൽ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പുതുച്ചേരി, ദാമൻ ദിയു, ലക്ഷദ്വീപ്, ഡൽഹി. ഏതായിരിക്കും? ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ് കേട്ടോ. ഇവിടെ ശരി ഉത്തരം ലക്ഷദ്വീപാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പം യൂണിയൻ ടെറിട്ടറികളെക്കുറിച്ച് പഠിക്കണം, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കണം. ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി, ഇപ്പോൾ ഗുജറാത്തിലെ ആ ഒരു മേഖലയിലാണ് ദാമൻ ദിയു, ദാദ്ര നഗർ ആൻഡ് ഹവേലി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമുള്ളത്. ഡൽഹി നമുക്കറിയാം നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, NCT എന്ന് പറയും അല്ലേ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. പുതുച്ചേരി
പുതുച്ചേരി അത്യാവശ്യം വലുതാണ്. കേരളത്തിൽ മാഹി പുതുച്ചേരിയുടെ ഭാഗമാണ്. യാനം, കറൈക്കൽ ഇതൊക്കെ പുതുച്ചേരിയുടെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ യൂണിയൻ ടെറിട്ടറി ഏതാണ്? കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലെത്താൻ കഴിയും. ദാമൻ, ദിയു, ദാദ്ര, നഗർ ഹവേലി എന്ന് പറയുമ്പോൾ പേര് തന്നെ വലുതാണ്. ഒരുപാട് പ്രദേശങ്ങളാണുള്ളത്. ലക്ഷദ്വീപ് എന്താണ്? വളരെ കുഞ്ഞു യൂണിയൻ ടെറിട്ടറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ചോദിച്ചാലും ലക്ഷദ്വീപാണെന്ന് ആരും മറക്കരുത്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ ചോദിച്ചാൽ എവിടെയാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ്. ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും താഴെ സദേൺ ഭാഗത്ത്, അതായത് ഈ മാലദ്വീപുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപ് ചോദിച്ചു കഴിഞ്ഞാൽ മിനിക്കോയാണ് കേട്ടോ, മിനിക്കോയാണ്. അപ്പോൾ ലക്ഷദ്വീപ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ AZBയുടെ നമുക്കറിയാം, AZB അക്കാദമിയിൽ എല്ലാ ക്ലാസ്സുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലിയ നല്ലൊരു ഫാക്കൽറ്റീസാണ് AZBക്ക് ഉള്ളത് അല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കേട്ട ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അതേപോലെ തന്നെ നിലവിൽ LDC വേണ്ടിയും അതേപോലെ LGSന് വേണ്ടിയിട്ടും LDC LGS മെയിൻസിന് വേണ്ടിയിട്ട് AZB അക്കാദമി ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഭാഗവത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ അടുത്തു നിന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളുടെ ആപ്പിൽ ഇപ്പം ഓൾറെഡി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ LDC LGS ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ എന്ത് ചെയ്യാം? കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആളുകൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഗൈഡൻസും നൽകുന്നതാണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് ചോദ്യം? ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകനാണ്. അപ്പം ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാണെന്നാണ് ചോദ്യം. അനാക്സിമാൻഡർ ആണ് കേട്ടോ, അനാക്സിമാൻഡർ ആണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റാണ്. SCRT വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാക്സിമാൻഡറെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? SCRTയുടെ ഒരു പ്രാധാന്യമാണ്. SCRTയിൽ നിന്നും ഡയറക്റ്റായിട്ട് BSc ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ലോകത്തിലെ ആദ്യ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ അനാക്സിമാൻഡർ ആണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ നോർത്തേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ. അപ്പം ജോഗ്രഫി ഇത്തരത്തിലുള്ള നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. ഉത്തരപർവ്വത മേഖല, അതിൻ്റെ ഒരു ജിയോഗ്രഫിക് ലൊക്കേഷൻ അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. ജിയോഗ്രഫിക് ലൊക്കേഷൻ, ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പും പൊളിറ്റിക്കൽ മാപ്പും കൃത്യമായിട്ട് അറിയുന്ന ആർക്കും ഈ ഒരു ചോദ്യം വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങളാണ്. ഉത്തരപർവ്വതം എന്ന് പറയുമ്പോൾ നോർത്തേൺ മൗണ്ടെയ്ൻസ് ആണ്. അതിൻ്റെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ഇപ്പോൾ നമുക്കറിയാം ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല എന്ന് ഉത്തരപർവ്വത മേഖല പഠിച്ച ആർക്കും നിസ്സംശയം പറയാൻ പറ്റും. വളരെ ഈസി ചോദ്യമാണിത്, നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഉത്തരപർവ്വത മേഖല അത് ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ ജോഗ്രഫിക് മാപ്പുള്ള ആർക്കും വളരെ ഈസി ആയിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. 3ഉം 5ഉം ഇവിടെ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. ഓപ്ഷൻ സി എന്താണ്? 3ഉം 5ഉം മാത്രമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ. ഇപ്പോൾ കുറേ സംസ്ഥാനങ്ങൾ കാണുമ്പോൾ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല. ജോഗ്രഫി പഠിച്ച ആളുകൾക്കൊക്കെ ഇതറിയാം അല്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പം നമ്മൾ കാണുമ്പോൾ വലിയ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 4 ഓപ്ഷൻ കാണുന്ന ഒരു ലാഘവത്തോട് കൂടെ നമുക്കിത് ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല. കൃത്യമായിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, 3ഉം 5ഉം മാത്രം. ശരിയാണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കണ്ടോ, ഈ ഒരു രീതിയിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസാണ് BSc ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി കൂട്ടിയിട്ടെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയുള്ള ചോദ്യങ്ങളാണ്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിയപ്പെട്ട എൻ്റെ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഒട്ടും ഭയപ്പെടാതെ നമുക്കൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക.
അടുത്ത ഒരു 2-3 ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ആരവല്ലി, ഇപ്പോൾ പർവ്വതനിരകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ആരവല്ലി പർവ്വതനിരയുടെ ഒരു മാപ്പ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്, ബന്ധമുള്ളതല്ല, ബന്ധമില്ലാത്തത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ഏത്? ആരവല്ലി. ഈ പ്രസ്താവന ശരിയാണ്. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചത്, അല്ലേ? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു, അല്ലേ? രാജസ്ഥാനിലെ മൗണ്ട് അബു ആരവല്ലിയിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് മൗണ്ടൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്, ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ഈ മൗണ്ട് അബു അല്ല ഏറ്റവും വലുത്, ഏറ്റവും വലിയ കൊടുമുടി ഗുരുശിഖറാണ് കേട്ടോ. മൗണ്ട് ഗുരുശിഖറാണ്. അപ്പം മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മൗണ്ട് അബുവും എവിടെയാണ്? ആരവല്ലി തന്നെയാണ്. ഓക്കെ, അപ്പം നാലാമത്തെ എന്താണ്? ഡൂൺ താഴ്വരകൾ. ഡെറാഡൂൺ, ഉത്തരാഖണ്ഡൊക്കെയാണ് ഡൂണുള്ളത്. ഉത്തരാഖണ്ഡിലൊക്കെയാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ഡൂൺ താഴ്വരകൾ രാജസ്ഥാനിലുണ്ടോ? ആരവല്ലിയിൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. അപ്പം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ആരവല്ലിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന എന്താണ്? ഡൂൺ താഴ്വരകൾ ഒരിക്കലും ആരവല്ലിയിലല്ല, അത് ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം എന്താണ്? ഈ ഒരു പ്രസ്താവന ഓപ്ഷൻ ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിയിലാണെന്നത് തെറ്റാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. ആരവല്ലി ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. മൗണ്ട് അബു ഈ പർവ്വതനിരയുടെ ഭാഗമാണ്. ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗണ്ട് ഗുരുശിഖറാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആരവല്ലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. പഠിച്ച ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്യാം, ഉത്തരം കണ്ടെത്താൻ കഴിയും. ഡൂണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു വാക്കാണ് ഹിൻഡ് വാക്ക് എന്ന് പറയുന്നത്. ഡൂൺ താഴ്വര, ഡെറാഡൂൺ എന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, അവിടെ കൃത്യമാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം. പടിഞ്ഞാറ് നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിൻ്റെ ഒരു വെറൈറ്റി മറ്റൊരു ചോദ്യമാണ്. പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. പടിഞ്ഞാറ് നമുക്കറിയാം കൊങ്കണും മലബാർ കോസ്റ്റും ഒക്കെ ആണുള്ളത്, അല്ലേ? മലബാർ നമ്മൾ പഠിച്ചാണ്, പടിഞ്ഞാറാണ്. ഗുജറാത്ത് തീരം പടിഞ്ഞാറാണ്, കൊങ്കണും പടിഞ്ഞാറാണ്. നോർത്തേൺ സിർക്കാർസ് അല്ലെങ്കിൽ വടക്കൻ സിർക്കാർസ് ഏത് തീരസമതലത്തിൽ ഉൾപ്പെടുന്നതാണ്? കിഴക്കൻ തീരസമതലത്തിലാണ് വടക്കൻ സിർക്കാസ് അല്ലെങ്കിൽ നോർത്തേൺ സിർക്കാസ് ഉൾപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, ഒട്ടും മുമ്പേ നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പം PSC ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ട് മിക്സാക്കിയിട്ട് ചോദ്യങ്ങൾ വരും. അപ്പം ഇതിൽ കൂടെ ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏത്, കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രദേശം ഏതെന്നൊക്കെ ചോദ്യം വരും. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാപ്പ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇപ്പം പടിഞ്ഞാറ് കിഴക്ക് എന്നീ 2 തീരസമതലങ്ങളുടെ കൃത്യമായിട്ടുള്ള മാപ്പ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചോദ്യത്തിനും ഉത്തരം വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായില്ല. വടക്കൻ സിർക്കാർസ് കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് ശരിയായിട്ടുള്ള ജോഡി? ട്രാൻസ് ഹിമാലയ, ഖാരോ ഖാസി ജൈന്തിയ ഈസ്റ്റേൺ ഹിമാലയ അല്ലേ? ട്രാൻസ് ഹിമാലയയിലാണ് വരുന്നത്, അല്ല. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? തെറ്റാണ്. ഓക്കെ, ഹിമാലയ പൂർവഘട്ടമാണോ? അതേപോലെ കിഴക്കൻ മലനിരകൾ ലഡാക്കാണോ? അല്ല, ഇതും തെറ്റാണ്. കിഴക്കൻ മലനിരകൾ ലഡാക്ക് എന്ന ഓപ്ഷൻ തെറ്റാണ്. ഹിമാലയ പൂർവഘട്ടം എന്ന് പറയുന്നത് തെറ്റാണ്, നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. പശ്ചിമഘട്ടവും പൂർവഘട്ടം ഒരിക്കലും ഹിമാലയ വിടുന്നില്ല. ഇവിടെ ശരിയുത്തരം എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി, പെനിൻസുലാർ പ്ലാറ്റ്യൂ എവിടെയാണ്? ഛോട്ടാ നാഗ്പൂർ എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ബി. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അതൊക്കെ ലോജിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. സിലബസിൽ വളരെ കൃത്യമായിട്ട് ട്രാൻസ് ഹിമാലയ, ഉപദ്വീപീയ പീഠഭൂമി, ഹിമാലയ, കിഴക്കൻ മലനിരകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് പഠിച്ച ആർക്കും ഈ ഒരു ചോദ്യം വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഇവിടെ ഛോട്ടാ നാഗ്പൂർ ഉപദ്വീപീയ പീഠഭൂമി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അവസാനത്തെ ചോദ്യമാണ്. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു, അല്ലേ?
അപ്പം ഈ ശരിയായ ക്രമീകരണം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? മൈൻഡ് മാപ്പാണ്. ഇന്ത്യയുടെ മാപ്പ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രതിഫലിക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. ചോദ്യം കാണുമ്പോൾ നമ്മൾ ആ മാപ്പ് ഇങ്ങനെ തിളങ്ങണം നമ്മളെ മനസ്സിൽ. കണ്ടോ? നിങ്ങളെന്ന് കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കിക്കോ ഈ ഒരു മാപ്പ്. അത് വലിയ സംസ്ഥാനങ്ങളും ചെറിയ സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എന്നിട്ട് ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് നമുക്കറിയാം. ഏതാണ്? രാജസ്ഥാനാണ്. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഇവിടെ 3 ഓപ്ഷനുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് രാജസ്ഥാനാണ്. നാലാമത്തേത് നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഇവിടെ വിട്ടാം അല്ലേ? നാലാമത്തേതല്ല, നമുക്ക് ഉറപ്പായി. മധ്യപ്രദേശ് അല്ല. വലിപ്പത്തിന് അനുസരിച്ച് ക്രമീകരിക്കണം. ഏറ്റവും വലുതാണ് രാജസ്ഥാനാണ്. രണ്ടാമത്തേത് ഏതായിരിക്കും? നിങ്ങൾ ഈ ചോദ്യം നോക്കിക്കേ. രാജസ്ഥാൻ. പിന്നെ നമുക്ക് വലിയ സംസ്ഥാനങ്ങൾ കാണുന്നത് മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ദെൻ ഏതാണിത്? ഉത്തർപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഇതിലേറ്റവും വലുത് ഏതാണ്? മഹാരാഷ്ട്രയാണോ മധ്യപ്രദേശാണോ? മഹാരാഷ്ട്രയാണോ മധ്യപ്രദേശാണോ അതോ ഉത്തർപ്രദേശാണോ? നോക്കിക്കേ, മധ്യപ്രദേശ് ഇത്ര വലുതല്ലേ? എത്ര ഏരിയ ഉണ്ട് മധ്യപ്രദേശ്? ഇത്ര ഏരിയ ഉണ്ട് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനം ഏതാണ്? രാജസ്ഥാൻ കഴിഞ്ഞാൽ വലിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, രണ്ടാമത്തെ മധ്യപ്രദേശ് എങ്കിൽ മൂന്നാമത്തെ ഏതാണ്? മഹാരാഷ്ട്രയാണ്. 4 ഉത്തർപ്രദേശാണ് അല്ലേ? അപ്പോൾ രാജസ്ഥാൻ ഏറ്റവും വലുത്, രണ്ടാമത് മധ്യപ്രദേശ്, 3 മഹാരാഷ്ട്ര, 4 ഉത്തർപ്രദേശ്. നോക്കിക്കേ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ആ മാപ്പ് ഓർമ്മയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. അപ്പം ഈ ഒരു രീതിയിലാണ് PSC ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് തോന്നും ഇത് വലിയ ചോദ്യമാണ്, നമുക്കൊന്നും കഴിയില്ല, കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു മാപ്പ് മനസ്സിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും ഒക്കെ മാപ്പ് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ മാത്രമേ ഇന്നും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, 2024 മാർച്ചിന് ശേഷം നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വന്ന ചോദ്യമാണത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അത്തരം പരീക്ഷകളിൽ വന്ന ഏറ്റവും റീസെൻ്റ്ലി PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അതോടൊപ്പം തന്നെ ലോജിക്കലി അല്ലെങ്കിൽ ടെക്നിക്കിലൂടെ നമുക്ക് ഉത്തരങ്ങളിലേക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില നുറുങ്ങ് വിദ്യകളുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബാച്ചിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പം LDCയുടെയും LGSൻ്റെയും ഒക്കെ ക്രാഷ് ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾക്കും ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ജോഗ്രഫി എന്ന വിഷയം ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി അനലൈസ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങളും ചോദ്യങ്ങൾ കണ്ടെത്തുക. അതിലൊക്കെ ഓരോ ടെക്നിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ചോദ്യവുമായി കണക്ട് ചെയ്ത ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയാശംസ നേരുകയാണ്. ഇവിടെ ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.